കായംകുളം നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ബി.ജെ.പിയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തുടർച്ചയായി കള്ളപ്രചരണം നടത്തിവരികയാണെന്ന് CPM ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി. ശുചിമുറി മാലിന്യ മൊബൈൽ പ്ലാന്റ്, അംഗൻവാടി നിയമനം എന്നിവയിലൊന്നും അഴിമതിയോ ക്രമക്കേടോ ഉണ്ടായിട്ടില്ല. ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും വീട് ഔദ്യോഗിക വസതികളല്ലെന്നിരിക്കെ അവിടേക്ക് സമരം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. പ്രകോപനം ഉണ്ടാക്കി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണിതെന്നും ഇതിനെ ശക്തമായി തന്നെ നേരിടുമെന്നും CPM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ പറഞ്ഞു. കായംകുളം നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോൺഗ്രസും ബി.ജെ.പിയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തുടർച്ചയായി കള്ളപ്രചാരണം നടത്തിവരികയാണെന്ന് CPM ഏരിയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 10 വർഷമായി നഗരഭരണത്തിന് പുറത്തു നിൽക്കുന്ന UDF വരാൻ പോകുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് കള്ളപ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് CPM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ പറഞ്ഞു. സംസ്ഥാനത്തൊട്ടാകെ എന്ന പോലെ കായംകുളം നഗരത്തെയും മാലിന്യമുക്തമാക്കുന്നതിനുള്ള തീവ്ര പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിവരുന്നത്. എന്നാൽ ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം കായംകുളം നഗരസഭയിൽ ഉണ്ടായിരുന്നില്ല. കക്കൂസ് മാലിന്യ പ്രശ്നം കാരണം കിണറുകളും തോടുകളും ആകെ മാരകമായ കോളിഫോം ബാക്ടീരിയ വ്യാപിച്ച് മലിനമായിരിക്കുകയാണ്. ഇത് പഠനത്തിലൂടെ തെളിഞ്ഞു. കുടിവെള്ളത്തിൽ 80 മുതൽ 150 വരെ ശതമാനം ബാക്ടീരിയ ഉള്ളതായി പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് എല്ലാവരുടെയും വീടുകളിലെത്തി അവിടെ വെച്ച് തന്നെ ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന ആധുനിക നിലയിലുള്ള മൊബൈൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങാൻ നഗരസഭ തീരുമാനിച്ചത്. ഇത്തരമൊരു പദ്ധതി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നഗരസഭാ കൗൺസിൽ യോഗവും ഏകകണ്ഠമായി ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 യോഗങ്ങളിലും UDF BJP പ്രതിനിധികളും പങ്കെടുത്തു. അന്ന് ഒരു എതിർപ്പും ഇവർ പ്രകടിപ്പിച്ചില്ല. ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് ഈ ടെൻഡർ പദ്ധതിക്കായി വിളിക്കുകയും കുറഞ്ഞ തുകയ്ക്ക് ക്വാട്ട് ചെയ്ത ഭൗമ എൻവയോൺടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് കരാർ നൽകുകയും ചെയ്തു. ഈ സ്ഥാപനത്തിന് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സംസ്ഥാന ശുചിത്വ മിഷന്റെയും അംഗീകാരമുള്ളൂ. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൊടുത്തതിനേക്കാൾ 2 ലക്ഷത്തിലേറെ രൂപ കുറച്ചാണ് കായംകുളത്ത് എഗ്രിമെന്റ് വെച്ചത്. വില കുറച്ച് വാങ്ങിയാൽ എങ്ങനെ അഴിമതിയാകുമെന്ന് UDF വ്യക്തമാക്കണമെന്നും CPM ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മൊബൈൽ പ്ലാന്റിന്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് മറ്റ് നഗരങ്ങളിൽ പ്രതിമാസം 1,75,000 രൂപയും 18% GSTയും കൂടി ചേർത്തുള്ള തുകയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കായംകുളത്ത് 1,70,000 രൂപയും അതിന്റെ 18% GSTയും നൽകണമെന്നാണ് കമ്പനിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായത്. ഇക്കാര്യത്തിൽ എന്ത് അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണം. വാഹനം വാങ്ങിയതിനുള്ള അംഗീകാരത്തിനായി തയ്യാറാക്കിയ അജണ്ടയിൽ O&Mനുള്ള അജണ്ട തെറ്റായി ജീവനക്കാർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പിശകായി വന്നത്. എന്നാൽ O&Mന് പദ്ധതിയോ പദ്ധതി പണമോ മാറ്റിവെച്ചിരുന്നില്ല താനും. ഇതിൽ ചട്ടപ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിന് നഗരസഭാ സെക്രട്ടറിക്കും ജീവനക്കാർക്കും പിശകുണ്ടായി എന്നത് വസ്തുതയാണ്. കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാതെ ഇത് നടപ്പാക്കാനുമാവില്ല. പിശക് തിരുത്തി ചട്ടപ്രകാരമാണ് ഇപ്പോൾ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. LDF ഭരണത്തിൽ ഈ പദ്ധതി നടപ്പായാൽ ജനങ്ങളുടെ വലിയ അംഗീകാരം ലഭിക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഇല്ലാത്ത അഴിമതി ആരോപിച്ച് പദ്ധതിയെ തകർക്കാൻ UDFും BJPയും ഒരുമിച്ച് ശ്രമിക്കുന്നത്. അംഗനവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വ്യാജ ആരോപണമാണ് മറ്റൊന്ന്. 2012ലും 2018ലുമായി 2 ഘട്ടമായിട്ടാണ് അംഗൻവാടി നിയമനത്തിനുള്ള അപേക്ഷ സംയോജിത ശിശുവികസന സേവന ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ ക്ഷണിച്ചത്. 1000-ഓളം പേരാണ് അപേക്ഷ സമർപ്പിച്ചത്. 10 ദിവസമായി നടന്ന ഇന്റർവ്യൂവിൽ 800-ന് മേൽ ആളുകൾ പങ്കെടുത്തു. ജില്ലാ ശിശു വികസന പദ്ധതി ഓഫീസറാണ് ഇന്റർവ്യൂ നടത്തിയതും നിയമനം നടത്തിയതും. 11 പേർ അടങ്ങുന്ന ഇന്റർവ്യൂ ബോർഡിൽ നഗരസഭാ ചെയർപേഴ്സണും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒഴികെ മറ്റുള്ളവരെല്ലാം വിവിധ മേഖലകളിൽപ്പെട്ട വിദഗ്ധരും ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാരുമായിരുന്നു. ഇന്റർവ്യൂവിൽ 100 മാർക്കിൽ 15 മാർക്ക് വീതമാണ് ഇന്റർവ്യൂ ബോർഡിന് ഇടാൻ കഴിയുന്നത്. ബാക്കി 85 മാർക്കും സർക്കാർ അംഗീകരിച്ച വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെയാണ് ഇടുന്നത്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനുള്ള വിവിധ കഴിവുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചാണ് 11 പേരും മാർക്കിടുന്നത്. ഓരോരുത്തരും ഇടുന്ന മാർക്ക് കൂട്ടി അതിന്റെ ശരാശരിയാണ് ഇന്റർവ്യൂവിൽ മാർക്കായി കണക്കാക്കുന്നത്. ഇത്തരത്തിൽ ഒരാൾക്ക് പോലും 13.44 മാർക്കിൽ കൂടുതൽ ലഭിച്ചിട്ടില്ല. ഇന്റർവ്യൂ മാർക്കും വകുപ്പ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് പരിശോധനാ മാർക്കും കൂട്ടിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇക്കാര്യത്തിൽ നഗരസഭയ്ക്കോ ചെയർപേഴ്സണോ യാതൊരു പങ്കുമില്ല. 125 പേരുടെ റാങ്ക് ലിസ്റ്റാണ് വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടലും സ്വാധീനവും ചെലുത്താനൊട്ട് കഴിയുകയുമില്ല. അർഹരായിട്ടുള്ള ധാരാളം ആളുകൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ 19 പേർക്ക് മാത്രമാണ് നിലവിലെ ഒഴിവിന്റെ അടിസ്ഥാനത്തിൽ നിയമനം ലഭിച്ചിട്ടുള്ളത്.
അപേക്ഷകരായിട്ടുള്ള മഹാഭൂരിപക്ഷവും വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയാണ് നിയമനം നടത്തി എന്ന് ആരോപിക്കുന്നത് അങ്ങേയറ്റം സത്യവിരുദ്ധവും നഗരസഭാ ഭരണത്തെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമവുമാണ്. ഇനിയും തിരിച്ച് അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് കണ്ടാണ് ഇല്ലാക്കഥകൾ ഉണ്ടാക്കി അഴിമതി ആരോപിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ UDF ശ്രമിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും വീട് ഔദ്യോഗിക വസതികൾ അല്ലെന്നിരിക്കെ അവിടേക്ക് സമരം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധവും പ്രകോപനമുണ്ടാക്കി കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രവുമുള്ളതാണ്. ഇതിനെ ശക്തമായി തന്നെ നേരിടുമെന്നും CPM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.